നമസ്കാരം. 1977 നാസ വിക്ഷേപിച്ച 2 സ്പേസ് ക്രാഫ്റ്റാണ് വോയേജർ 1ഉം വോയേജർ 2ഉം. ഇവ ഇപ്പോഴും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം 48 കൊല്ലമായിട്ട്. ഈ 2 സ്പേസ് ക്രാഫ്റ്റും ഇപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും, ഇനി എത്ര ദൂരം ഇത് സഞ്ചരിക്കും, ഇനി എത്ര കാലം ഇത് സഞ്ചരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. 1970കളിലാണ് വോയേജർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ഫോട്ടോസ് എല്ലാം ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. പക്ഷേ ഇത് ആ ലക്ഷ്യം കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഇൻറ്റർസ്റ്റെല്ലർ സ്പേസിൽ വരെ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സൗരയൂഥത്തിനപ്പുറം എത്തിയിരിക്കുകയാണ്. 1977 സെപ്റ്റംബർ 5 വോയേജർ 1 വിക്ഷേപിച്ചു. ഇന്ന് ഇത് ഈ ഭൂമിയിൽ നിന്നും ഏകദേശം 25 ബില്യൺ കിലോമീറ്റർ ദൂരെയാണ്. അതായത് ഏകദേശം 168 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമാണ്. അപ്പം സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിൻ്റെ ഏകദേശം 168 മടങ്ങ് ദൂരത്താണ് ഇപ്പോൾ വോയേജർ നിലനിൽക്കുന്നത്. 17 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന വേഗതയിലാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 2012 ഇത് സൂര്യന് സ്വാധീനമുള്ള ഹീലിയോപോസിനും പുറത്തു കിടക്കുന്ന ആദ്യത്തെ വസ്തുവായി മാറി. 1977 ഓഗസ്റ്റ് 20 വോയേജർ 2 വിക്ഷേപിക്കുന്നത്. ഇത് ഭൂമിയിൽ നിന്നും ഏകദേശം 20.8 ബില്യൺ കിലോമീറ്റർ അകലെയാണ്. അതായത് 139 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെ. ഇത് ജൂപ്പിറ്റർ, സാറ്റേൺ, നെപ്റ്റ്യൂൺ ആൻഡ് യുറാനസ് ഇതെല്ലാം സന്ദർശിച്ച ഏക സ്പേസ് ക്രാഫ്റ്റാണ്. 2018 ഇത് ഹീലിയോപോസിനും പുറത്തു കടന്നു. ഈ 2 സ്പേസ് ക്രാഫ്റ്റും ഇപ്പോഴും ഭൂമിയിലേക്ക് സിഗ്നലുകൾ അയക്കുന്നുണ്ട്. വോയേജർ 1 നിന്ന് സിഗ്നലെത്താൻ ഏകദേശം 23 മണിക്കൂറും വോയേജർ 2 നിന്ന് സിഗ്നലെത്താൻ ഏകദേശം 19 മണിക്കൂറാണ് എടുക്കുന്നത്. ഏകദേശം 2030 വരേക്കും ഇത് പ്രവർത്തിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏകദേശം 48 വർഷങ്ങളായിട്ട് ഈ 2 യന്ത്രങ്ങളും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അതിരുകളില്ലാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് ഒരുപാട് ദൂരങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ ചില ഗ്രഹങ്ങളെ കണ്ടേക്കാം, അല്ലെങ്കിൽ ചില നക്ഷത്ര സമൂഹത്തെ കണ്ടേക്കാം. പക്ഷെ അതെല്ലാം നമ്മളിലേക്ക് ആ സിഗ്നൽ അയക്കണമെങ്കിൽ അത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കാം. അതുവരെയും ഗുഡ് ബൈ.